ട്രൂ ഐ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഞാൻ ഗായത്രി. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഉപ്പിന് പകരം ഡിറ്റർജന്റ് പൗഡർ ഉപയോഗിച്ച് ഉച്ചഭക്ഷണമുണ്ടാക്കി ബീഹാറിൽ 36 വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ. വ്യോമ പ്രതിരോധ സേനയുടെ വീഡിയോ പുറത്തുവിട്ട UAE രാജ്യത്തിന് ഭീഷണിയാകുന്ന ഏത് നീക്കത്തെയും നേരിടാൻ സജ്ജമാണെന്ന് UAE പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. വഖഫ് ബോർഡിലെ അമുസ്ലിം അംഗങ്ങളുടെ നിയമനം സുപ്രീം കോടതി വിധിക്ക് ശേഷമെന്ന് സംസ്ഥാന സർക്കാർ. വഖഫ് ബോർഡിൽ സങ്കീർണത സൃഷ്ടിക്കാനില്ലെന്ന് അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ നിലപാടറിയിച്ചു. സ്ത്രീധനമായി എരുമയെ നൽകിയില്ല, ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ്, പ്രതിക്ക് ജീവപര്യന്തം തടവ് വിധിച്ച് ബീഹാർ കോടതി. ഓണത്തിനക്ക് കൊച്ചി മെട്രോ 4 ദിവസം അധിക സർവീസ് നടത്തും. NDAയുടെ ഭാഗമാകാനുള്ള കേന്ദ്രമന്ത്രിയുടെ ക്ഷണം നിരസിച്ച കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയിൽ ചേരാനുള്ള കേന്ദ്രമന്ത്രി രാംദാസ് അത്തവാലയുടെ ക്ഷണമാണ് ദീപ്കെ നിരസിച്ചത്. ബ്ലീച്ചിംഗ് പൗഡർ അഴിമതി അന്വേഷണത്തിൽ ആരോഗ്യമന്ത്രി K മുരളീധരന് കടുത്ത അതൃപ്തി. പ്രിൻസിപ്പൽ സെക്രട്ടറി നടത്തിയ അന്വേഷണത്തിലാണ് അതൃപ്തി. അന്വേഷണ റിപ്പോർട്ട് ക്രമക്കേട് നടത്തിയവരെ വെള്ള പൂശുന്നതാണെന്നാണ് വിലയിരുത്തൽ. മലപ്പുറത്ത് വീട്ടിൽ ചാർജ് ചെയ്യുന്നതിനിടെ ഇലക്ട്രിക് സ്കൂട്ടർ പൊട്ടിത്തെറിച്ച് തീപിടുത്തം. സ്കൂട്ടറും 2 കാറുകളും കത്തി നശിച്ചു. വീടിനും കേടുപാടുകൾ. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി +2 തലത്തിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ സർക്കാർ സന്നദ്ധമെന്ന് മന്ത്രി N ഷംസുദ്ദീൻ. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഓണം സ്പെഷ്യൽ അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന വേളയിലായിരുന്നു ഈ പ്രഖ്യാപനം. തമിഴ്നാട്ടിൽ എല്ലാ MLA മാർക്കും സർക്കാർ കാർ നൽകും. വമ്പൻ പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി ജോസഫ് വിജയ്. വന്ദേ ഭാരത് ഫ്ളാഗ് ഓഫിൽ വന്ദേ മാതരം ആലപിച്ചില്ല. BJP പ്രതിഷേധത്തെ തള്ളി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പ്രിയദർശിനി ബസ്സുകളിലെ അമിത തിരക്ക് അപകടങ്ങൾക്ക് കാരണമാകുന്നുവെന്ന പൊതു താൽപര്യ ഹർജി തള്ളി. സുരക്ഷ ഉറപ്പാക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇതോടെ ഇന്നത്തെ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.